മുഅ്മിനീങ്ങളെ തിബ്ബുസ്വലാത്ത് തുടങ്ങുകയാണ്. തിബ്ബുസ്വലാത്ത് രോഗങ്ങൾക്ക് ശിഫ തരുന്ന സ്വലാത്താണ്, രോഗങ്ങളെ മാറ്റിത്തരുന്ന സ്വലാത്താണ്. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിലെ പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും തിബ്ബുസ്വലാത്തിലൂടെ ശിഫ തരണേ അല്ലാഹ്. എല്ലാവരും തിബ്ബുസ്വലാത്ത് ചൊല്ലുക. ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിൽ നിങ്ങളൊരു നിയ്യത്ത് വെക്കണം. അല്ലാഹ്, എന്റെ ഖൽബ് നന്നാവണം, എന്റെ ഹൃദയം നന്നാവണം, എന്റെ ഹൃദയമെന്ന് ശുദ്ധിയാവണം, എന്റെ മനസ്സിലേക്കും ഈമാൻ വരണം, എന്റെ മനസ്സിലേക്കുള്ള തഖ്വ വരണം, എന്റെ ഹൃദയത്തിലേക്കും ഈമാനിന്റെ പ്രകാശം വരണം. അല്ലാഹുവേ, സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റഹ്മാനേ. സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയം നന്നാക്കുക അല്ലാഹ്. സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ തരണം അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗിദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അല്ലാഹ്, ഞങ്ങളെ ചൊല്ലിയ തിബ്ബുസ്വലാത്ത് സ്വീകരിക്കണേ. ഞങ്ങൾക്ക് ഈമാൻ തരണേ, ഖൽബ് നന്നാക്കണേ, ഖൽബ് ശുദ്ധീകരിച്ച് തരണേ അല്ലാഹ്. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇനി അടുത്ത സ്വലാത്ത് ചൊല്ലുകയാണ്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് കയ്യിലൂതിയിട്ട് നിങ്ങളെ തലയും മുഖവും കണ്ണും ചെവിയും എല്ലാം നിങ്ങൾ തടവി കൊടുക്കണം. എല്ലാവരും ചൊല്ലിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الله, ഞങ്ങളെ കൂട്ടത്തിലെ ചെറിയ കുഞ്ഞുമക്കളുള്ള സുഖമില്ലാത്തവരെ അല്ലാഹുവേ, അല്ലാഹ് തൗഫീഖ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ വെളട്ടൂരിലല്ലേ, അവരുടെ പ്രിയപ്പെട്ട ചെറിയൊരു കുഞ്ഞുമോനുണ്ട്. ഷദിൻ മുഹമ്മദ് എന്ന പേരുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമോൻ. അല്ലാഹ്, 1.5 വയസ്സായി. ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ കഴുത്തുറച്ചിട്ടില്ല. വല്ലാത്ത വിഷമത്തോടെയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ പൊന്നുമോനെ 2 കൈകളിലേറ്റിന്ന് വന്നിരുന്നു. ഉസ്താദേ, 1.5 വയസ്സായി, എന്റെ പൊന്നുമോനെ കഴുത്തുറച്ചിട്ടില്ല ഉസ്താദേ, കൊണ്ടുപോവാത്ത സ്ഥലങ്ങളില്ല. പ്രത്യേകം ദുആ ചെയ്യണം. അറിവിന്ദിലാവ് കുടുംബങ്ങളോട് ദുആ ചെയ്യാൻ പറയണേ. നിങ്ങളെല്ലാവരും ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം. 1.5 വയസ്സുള്ള ആ പ്രിയപ്പെട്ട കുഞ്ഞു പൂമ്പാറ്റ കുഞ്ഞിന്റെ കഴുത്തിന് നീ ഉറപ്പ് കൊടുക്കണേ അല്ലാഹ്.
നടക്കാൻ കഴിയാത്ത മക്കള് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, കഴുത്തുറക്കാത്ത മക്കള് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, മുട്ടുകുത്തി നടക്കേണ്ട പ്രായമായിട്ട് അത് ചെയ്യാൻ കഴിയാത്തവരെ, വീൽ ചെയറുകളിൽ സഞ്ചരിക്കുന്നവരെ, കിടക്കുന്ന കിടത്തത്തിൽ കിടക്കുന്ന ഞങ്ങളെ മക്കള്, ഞങ്ങൾക്ക് സ്വലാത്ത് ചോദിക്കാനല്ലാതെ നിർവാഹമില്ല. ശിഫയാക്കുന്നവൻ നീയാണ് യാ അല്ലാഹ്. ശിഫ കൊടുക്കണേ, ശിഫ കൊടുക്കണേ. അവരൊക്കെ ഞങ്ങളെ പൂമാറ്റ മക്കളാണ്. ഞങ്ങളെ കൂട്ടത്തിൽ സുഖമില്ലാത്ത സർവ കുഞ്ഞു മക്കൾക്കും ശിഫ കൊടുക്കണം അല്ലാഹ്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. എല്ലാവരും തല മുഴുവനായിട്ടും തടവുക, കണ്ണ് തടവിക്കൊടുക്കുക, ചെവി തടവിക്കൊടുക്കുക, മുഖത്തെല്ലാം കഴുത്തിലെല്ലാം പിരടിയിലെല്ലാം എല്ലാവരും തടവിക്കൊടുക്കുക. ഈ കണ്ണിനല്ലാഹു സ്വലാത്ത് കൊണ്ട് കാഴ്ച തരട്ടെ, ഈ കാതിനല്ലാഹു കേൾവി ശക്തി തരട്ടെ. തിമിരം ബാധിച്ചതല്ല സുഖപ്പെടുത്തട്ടെ, കോങ്ങണ്ണല്ലാഹു സുഖപ്പെടുത്തട്ടെ, കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നതല്ല സുഖപ്പെടുത്തട്ടെ, കാതിന് കേൾവി കുറഞ്ഞത് സുഖപ്പെടുത്തണം അല്ലാഹ്. കാതിന് കേൾവി കുറഞ്ഞത് സുഖപ്പെടുത്തണം അല്ലാഹ്. കഴുത്ത് വേദന പിരടി വേദന സുഖപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലിയേ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. രണ്ട് കൈയിലോതാ എല്ലാവരും ഓതിയിട്ട് നെഞ്ച് മുതൽ അടിവയറ് വരെ തടവിക്കൊടുക്കുക 3 പ്രാവശ്യം. ഈ നെഞ്ച് വേദന അല്ലാഹ് മാറ്റട്ടെ. ബ്ലോക്കുള്ള ഉപ്പമാരും ഉമ്മമാരുമുണ്ട്. ഇന്ന് വന്നിരുന്നു ഉസ്താദേ ബ്ലോക്കാണ്, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, റാഹത്താവാ ദ്വാരക്കണമെന്ന് പറഞ്ഞവര്, ഡയാലിസ് ചെയ്യുന്ന സഹോദരങ്ങളിൽ വന്നിരുന്ന് അല്ലാഹ് അണ്ടാശയത്തിൽ ക്യാൻസർ ഉള്ള പ്രിയപ്പെട്ട ഒരു സഹോദരിയടക്കം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാരകമായ രോഗങ്ങൾ ബാധിച്ച സഹോദര സഹോദരിമാർ അല്ലാഹ് തിബ്ബുസ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. തിബ്ബുസ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. വയറിന് ക്യാൻസർ വന്നവരുണ്ട്, ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും കുമിളകളും മുഴകളും വന്നവരുണ്ട്, വയറിന്റെ അകത്ത് മുഴ വന്നവരുണ്ട്, വയറുവേദനയാണ്, വയറ് ചുട്ട് കത്തലാണ്, നെഞ്ച് വേദനയാണ്, ഗ്യാസ് പ്രോബ്ലമാണ്, എല്ലാം റഹ്മാനെ നീ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ. എല്ലാവരും ചൊല്ലിയേ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد
طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم കയ്യിലോതുക രണ്ട് കൈയും എല്ലാവരും തടവിക്കൊടുക്കുക ഷോൾഡർ വേദന മാറ്റിത്തരട്ടെ കൈമുട്ട് വേദന മാറ്റിത്തരട്ടെ കയ്യിലേക്ക് തരിപ്പ് കയറുന്ന വേദന സുഖപ്പെടുത്തട്ടെ റബ്ബേ ഈ രണ്ട് കൈകൾക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ ദീർഘായുസ് ഞങ്ങൾക്ക് നൽക റബ്ബേ കയ്യിന്റെ അസുഖമെല്ലാം മാറ്റിത്തരണമല്ലാ തിബ്ബുസ്വലാത്തിലൂടെ മാറ്റിത്തരണമല്ലാ അടുത്ത സ്വലാത്ത് ചൊല്ല അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم രണ്ട് കയ്യിലോതിയേ രണ്ട് തുടയും തടവിക്കൊടുക്കുക കാൽമുട്ട് തടവിക്കൊടുക്കുക റബ്ബേ മുട്ടുവേദന മാറ്റണേ റഹ്മാനേ തുടവേദന മാറ്റണേ റഹ്മാനേ അല്ലാഹുവേ കൈകാലുകളുടെ എല്ല് പൊട്ടിക്കിടക്കുന്നവരുണ്ട് അറിവിന്ദിരാവ് കുടുംബത്തിൽപ്പെട്ട ആക്കിഫി എന്ന് പ്രിയപ്പെട്ട പൊന്നുമോൻ ആക്സിഡന്റ് സംഭവിച്ച് താടിയെല്ല് പൊട്ടി സുഖമില്ലാതെ റെസ്റ്റിലാണ് അല്ലാഹുവരുടെ വലിയപ്പയും വിളിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ അവരെല്ലാം ഇന്ന് മറവിന്ദിലാവ് കേൾക്കുന്ന കുടുംബമാണ് യാ അല്ലാഹ് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് അങ്ങനെ സുഖമില്ലാതെ കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവനുണ്ട് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم രണ്ട് കയ്യിലോതിയെ രണ്ട് കാലിന്റെ അടിഭാഗം മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ഇൻഷാ അല്ലാഹ് എല്ലാവരും രണ്ട് കാലിന്റെ അടിഭാഗം വരെ തടവിക്കൊടുക്കുക റബ്ബേ ഞങ്ങളെ കാൽവേദന മാറ്റണേ
വളരെ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ സ്വലാത്തുകൾ നീട്ടി കാലുകൾ തടവിക്കൊടുക്കുന്നത്. കാലിന്റെ അടിഭാഗത്തിലൂടെ ചുട്ടുനീറുന്നവരുണ്ട്. രണ്ട് കാലുകൾക്കും അപകടം പറ്റി സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. കാലുകൾക്ക് നടക്കാനുള്ള ശേഷിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാ തിബ്ബുസ്വലാത്തിലൂടെ ശിഫ കൊടുക്കുക. അല്ലാ തിബ്ബുസ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഒരു 3 സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് മഹാനായ മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് നമ്മൾ ചൊല്ലുകയാണ്. മുഅ്മിനീങ്ങളെ ഒരു 3 സ്വലാത്ത് ചൊല്ലുന്നയാൾ ആ സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ കൂട്ടത്തില് വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടാകാം, തളർന്നു കിടക്കുന്നവരുണ്ടാവാം, സുഖമില്ലാതെ അല്ലാ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ടാവാം, ഒരുപാട് അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരുണ്ടാവാം. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് മാറി നിൽക്കുക. ഒരു 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. അവരുടെ അടുക്കലേക്ക് മാറി നിന്നിട്ട് അവരെ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. ഇവിടെ വരുന്ന പലരും പറയാറുണ്ട്, ഉസ്താദേ പ്രായമായ ഉമ്മ ഞങ്ങളെ വീട്ടിലുണ്ട്, എന്നും അറിവിന്നിലാവ് കേൾക്കുന്ന ഉമ്മയാണ്. പ്രായമായ ഉപ്പ ഞങ്ങളെ വീട്ടിലുള്ള എന്നും അറിവിന്നിലാവൻ കേൾക്കുന്ന ഉപ്പയാൻ. അവർക്ക് ദ്വാരിക്കണേ റബ്ബേ. ഞങ്ങളെ ഉമ്മാമമാരെ, ഞങ്ങളെ ഉപ്പാപ്പമാരെ, അറിവിന്നിലാവിന്റെ ഉമ്മമാരെ, അറിവിന്നിലാവിന്റെ ഉപ്പമാർ, അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാർ, അവർക്കെല്ലാം ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കുക അല്ലാ. അവരുടെ ക്ഷീണങ്ങള്, അവരുടെ അസുഖങ്ങള്, അവരുടെ പ്രയാസങ്ങള്, അവരുടെ സങ്കടങ്ങള് എല്ലാം സ്വലാത്തിലൂടെ മാറ്റിക്കൊടുക്കണം അല്ലാ. സ്വലാത്തിലൂടെ മാറ്റിക്കൊടുക്കണം അല്ലാ. എല്ലാവരും ചൊല്ലിയേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. എല്ലാവരും ചൊല്ലിയേ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الله നീ ഞങ്ങളെ സ്വലാത്തിനെ കബൂലാക്ക് റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സുഖമില്ലാത്തവർക്ക് ശിഫ കൊടുക്കുക അല്ലാ, സുഖമില്ലാത്തവർക്ക് ശിഫ കൊടുക്കുക അല്ലാ, സുഖമില്ലാത്തവർക്ക് ശിഫ കൊടുക്കുക അല്ലാ. നിങ്ങളെ മജ്ലിസിൽ വച്ച വെള്ളത്തിലെ മന്ത്രിക്കണേ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് പരീക്ഷ തുടങ്ങിയല്ലോ. മദ്രസയിൽ പല മക്കളും പരീക്ഷ എഴുതുകയാണ്. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ വിജയത്തിന് വേണ്ടി.
ഒരു 3 തവണ ഈ സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ മക്കളുടെ പരീക്ഷയിൽ അല്ലാഹ് നല്ല വിജയം നൽകട്ടെ, നല്ല മാർക്ക് അല്ലാഹു അവർക്ക് നൽകട്ടെ, നല്ല സന്തോഷത്തോടെ എക്സാം എഴുതാൻ അല്ലാഹു അവർക്ക് മനസ്സ് കൊടുക്കട്ടെ, പരീക്ഷയോടുള്ള പേടി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അവര് പരീക്ഷ എഴുതാൻ പോകുന്ന പേനയിൽ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. ഈ സ്വലാത്ത് മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. ഒരു 3 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അന്നബിയിൽ ഉമ്മി മുഹയ്യിൻ നഫൂസി സ്വലാത്തൻ തുസ്ഇദുനാ ബിഹാ في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. എല്ലാവരും മക്കൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന പേനയിൽ നിങ്ങൾ മന്ത്രിക്കുക, റബ്ബേ ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നല്ല വിജയം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് മഹാനായ ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ആരംഭിക്കുകയാണ്. അവിടുത്തെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം റബ്ബിനോട് പറയുന്ന ബൈത്താണ്. ആരും നഷ്ടപ്പെടുത്തരുതേ. എല്ലാവരും നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ചൊല്ലുക. അല്ലാഹു കബൂലാക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നഗമദുല്ലാഹൽ മുജീബാ കുല്ല ദഅവാതിൽ ലനാ ലാ ലനാ റബ്ബു സിവാഹു إنه البر علي ربنا صلى وسلم كل هالات على أحمد الهادي وآله والصحاب والولي نحن ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليك للإزاغة ما بنا شدة ضعفتي شيخنا مدبور ولي ليس خسران لمن آتى إليك طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجل الماردي أذهب ونجنا يا كتبنا مدبور ولي كل عفريت وشيطان وجن الماردي أذهبا ونجنا يا كتبنا مدبور ولي كم كربات كشفت الأزين تائه فاكشفا لعل الودايا شيخنا مدبور ولي فرجا عنا اللذا وكل ما
غيبنا في الدنا وفي المعاد شيخنا مدبور ولي كنت كغفا هاميا لمن أتاكم لاجئا كنت فينا ناصريا سيدي مدبور ولي أعطنا ملك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا نديجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي وفقنا لجواب المالكين بالرضا كلنا رغماننا بشيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خففا نصابنا بشيخنا مدبور ولي رب سلم هذه الأمة أنزل القدم حين جاءوا للصراط فنجينهم يا عليم ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹുവേ മഹാനരായ ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ ഹളറത്തിലേക്ക് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ചൊല്ലിവച്ച തവസ്സുൽ ബൈത്തിനെ നീ എത്തിച്ചു കൊടുക്ക റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ശൈഖുനാന്റെ മദദ് നൽകണേ അല്ലാഹ് അവിടത്തെ കാവലിനെ തരണേ അല്ലാ അവിടത്തെ ബറക്കത്ത് കൊണ്ട് എല്ലാ സിഹറുകളും നീ ബാത്തുലാക്ക് റബ്ബേ കണ്ണേറുകൾ ബാത്തുലാക്ക് റബ്ബേ നാപ്പോരുകൾ ബാത്തുലാക്ക് റബ്ബേ സർവ ശർറുകളും സർവ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ശൈഖുനാന്റെ കറാമത്ത് കൊണ്ട് ഒരാളെ മുമ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്തിനെ നീ നിലനിർത്തി തരണേ അല്ലാ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനെതിരെയോ വരുന്ന എല്ലാ സുഹൃകളും ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ബാത്തുലാക്കി തരിപ്പണമാക്ക റബ്ബേ
ഒരാളെ ചതിവലകളിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഒരാളെ കെണിവലകളിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. എല്ലാം ഞങ്ങൾ മടവൂർ ശൈഖുനാനെ ഏൽപ്പിക്കുകയാണ്. അവിടത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവരുണ്ട്, കല്യാണം ഇതുവരെ ശരിയാവാത്തവരുണ്ട്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിൽ നിന്ന് ഒരു ഉമ്മയും 3 മക്കളും ഇന്ന് വന്നിരുന്നു. ഉസ്താദേ, എന്റെ പൊന്നുമോനെ കല്യാണം ശരിയാവണം, എന്റെ പൊന്നുമോളെ കല്യാണം റെഡിയാവണോ. തടസ്സങ്ങളാണ്, പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് അല്ലാ എത്രയോ ദൂരങ്ങൾ താണ്ടിയിട്ടാണ്, എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഓരോ ദിവസവും പ്രിയപ്പെട്ട അറിവിന്നിലാവിന്റെ കുടുംബങ്ങള് അവരുടെ കുടുംബത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാൻ വേണ്ടി വരുന്നത്. അല്ലാഹുവേ, ആ പ്രതീക്ഷ നീ തട്ടിക്കളയല്ല അല്ലാ. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അവരുടെ എല്ലാ വിഷമങ്ങൾക്കും, അവരുടെ എല്ലാ പ്രതിസന്ധികൾക്കും ശൈഖുനാന്റെ തവസ്സുൽ ബൈത്തിനെ ഒരു പരിഹാരമാക്കണേ അല്ലാ. എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്ക് അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. സമാധാനവും സന്തോഷവും നീ നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് ഈമാനി വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളില്ല ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനേ. ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാ. ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാ. ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഈമാനി സലാമത്താക്കണേ റഹ്മാനെ. ഈമാനോട് കൂടിയുള്ള ഒരു മരണം നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സു തരണേ അല്ലാ. മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, എല്ലാം നീ മാറ്റണേ റഹ്മാനെ. ഒരുപാട് ടെൻഷനുകളുണ്ട്, എല്ലാം നീ മാറ്റണേ റഹ്മാനെ. മനസ്സിന് സമാധാനം തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. അറിവിന്നിലാമിന്റെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെള്ളവും ഈത്തപ്പഴവും വെച്ചവരുണ്ട്, അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്ക് അല്ലാ. ഇന്ന് രാവിലെ മുതൽ ധാരാളം അറിവിന്നിലാമിന്റെ സഹോദര സഹോദരിമാരെ ഒരുപാട് ദൂരങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്ന് അറിവിന്നിലാവിന്റെ മുറ്റത്ത് വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പോയവരുണ്ട്. റബ്ബേ, അവരുടെ വിഷമങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവര് പറഞ്ഞ ഓരോ കാര്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അവരെ സങ്കടങ്ങളെ മാറ്റി റബ്ബേ, അവരെ പ്രയാസങ്ങളെ നീക്ക് റബ്ബേ. അവര് നൽകിയ നേർച്ചകൾ നീ കബൂലാക്ക് റബ്ബേ. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവരെ വന്നിട്ടുള്ളത്, നീ അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. കല്യാണ പ്രായമെത്തി, പ്രായം കഴിഞ്ഞു, കല്യാണം ശരിയാവാത്തവരുണ്ട്. റബ്ബേ, നീ റെഡിയാക്കി കൊടുക്കണേ അല്ലാ. തീരുമാനിച്ചു വച്ച കല്യാണം കടത്തിൽ കുടുങ്ങാതെ റാഹത്തോടെ സന്തോഷത്തോടെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്ക് അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്ക് അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ.
സ്കാനിങ് എടുത്തപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞ ഗർഭിണികളുണ്ട്. ഇന്ന് വന്നവരില്ലവരെ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഒരു പ്രശ്നവും നീ കൊടുക്കല്ലേ റഹ്മാനെ. സുഖപ്രസവം നൽക റബ്ബേ, ആരോഗ്യമുള്ള മക്കളെ നൽക റബ്ബേ, മക്കളെ അസുഖങ്ങളൊക്കെ മാറ്റണേ അല്ലാ. ഇന്ന് വന്ന കൈ തുറക്കാത്തൊരു കുഞ്ഞുമോനടക്കം ഞങ്ങളെ കുടുംബത്തിൽ ആരെയില്ല. കുടുംബത്തിൽ അങ്ങനത്തെ മക്കളുണ്ടോ? വികലാംഗത വന്ന മക്കളുണ്ടോ? അസുഖങ്ങൾ ബാധിച്ച മക്കളുണ്ടോ? റബ്ബേ, നീ ശിഫയാക്ക് അല്ലാ, ശിഫയാക്കണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിലെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവനുണ്ട്. തിബ്ബു സ്വലാത്ത് ചൊല്ലിയ മജ്ലിസല്ലേ, ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയ മജ്ലിസല്ലേ. അല്ലാ, നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ടിവിയിലൂടെ, ലാപ്ടോപ്പിലൂടെ, മൊബൈലിലൂടെ, ഇന്റർനെറ്റ് ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ ഭാഗങ്ങളിൽ, വീടുകളിൽ, റൂമുകളിൽ, ഫ്ലാറ്റുകളിൽ, ബിൽഡിങ്ങുകളിൽ, ഷോപ്പുകളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, വാഹനങ്ങളിൽ, റോഡ് സൈഡുകളിൽ ഇരുന്ന് അറിവിന്നിലാവില്ല മജ്ലിസ് കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ, എല്ലാവർക്കും സമാധാനം നൽകണേ. ആ വീട്ടിലെല്ലാം നീ ബറക്കത്ത് നൽകണേ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ എടുത്ത് ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കുക അല്ലാ. എന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തിക്ക് റബ്ബേ, ഉമ്മാന്റെ ഖബർ സ്വർഗമാക്ക് റബ്ബേ, വിശാലമാക്കണേ അല്ലാ. പാപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമുള്ള മക്കളാക്ക് അല്ലാ. സർവ ശത്രുക്കളെ ഷർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഒരു ശത്രുക്കളെ മുന്നിലും ഞങ്ങളെ കൊടുക്കല്ല റബ്ബേ. ഒരു സുഹൃത്തും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ലേ റഹ്മാനെ. ഒരു കണ്ണേറും ഞങ്ങൾ കേൾപ്പിക്കല്ലേ റഹ്മാനെ. ഒരു ഷർറിലും ഞങ്ങളെ കുടുക്കി കളയല്ലേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. പ്രവാസ ലോകത്ത് ചൊല്ലുമ്പോ UAയിലും സൗദി അറേബ്യയിലും മറ്റു രാജ്യങ്ങളിലും എത്രയോ പ്രിയപ്പെട്ട അറിവിന്നിലാമ കുടുംബങ്ങളുണ്ട്. അവരെ മജ്ലിസ് കേൾക്കുന്നവരാണ്. അവരെ പ്രശ്നങ്ങൾക്ക് മജ്ലിസ് ഒരു പരിഹാരമാക്കണം അല്ലാ. അവരെ പ്രശ്നങ്ങൾക്ക് മജ്ലിസ് ഒരു പരിഹാരമാക്കണം അല്ലാ. അവരെ പ്രശ്നങ്ങൾക്ക് മജ്ലിസ് ഒരു പരിഹാരമാക്കണം അല്ലാ. ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ദീർഘായുസ്സു നൽകുക അല്ലാ. കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. യതീമക്കൾക്ക് സ്വർണവും സംഭാവനയും നേർച്ചയാക്കിയവരുണ്ട്. അറിവിന്നിലാവ് കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, പാവപ്പെട്ട മക്കളെ കല്യാണത്തിൽ വസ്ത്രം നൽകിയവരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവര് എന്നും അറിവിന്നിലാവിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ, സ്റ്റാറ്റസ് വെക്കുന്നവരെ, മറ്റുള്ളവരൊക്കെ അറിവിന്നിലാവിന്റെ നന്മ പറഞ്ഞു കൊടുക്കുന്നവരെ, പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തു തരുന്നവരെ, സർവ കുടുംബങ്ങൾക്കും സർവ സഹോദര സഹോദരിമാർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ആരെല്ലാം എന്തെല്ലാം നിയത്ത് വെച്ചിരുന്നോ എല്ലാവർക്കും റാഹത്തും സമാധാനവും കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെള്ളം വെച്ചവരുണ്ട്, മരുന്ന് വെച്ചവരുണ്ട്, ഈത്തപ്പഴം വെച്ചവരുണ്ട്, ചീരണി ഉണ്ടാക്കാൻ പറയുമ്പോ ഉണ്ടാക്കുന്നവരുണ്ട്, പകൽ സമയത്ത് ലൈവ് നടത്തുമ്പോ മജ്ലിസിൽ വരുന്നവരുണ്ട്. അല്ലാ, ലൈവിലെങ്ങാനും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
ലൈവ് കഴിഞ്ഞാലും ഈ മജ്‌ലിസ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ, സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട പാവപ്പെട്ടൊരു ഉമ്മ, അറിവിനിലാവിനെ സ്നേഹിക്കുന്ന ഉമ്മയാണ്. ലൈവ് കാണുന്നത് മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ലൈവ് കണ്ടിരുന്ന ഫോൺ അവരെ കാണാതെ ആക്കി ഉസ്താദെ. ഇപ്പോൾ ആ ഉമ്മ മാസത്തിൽ പൈസ അടവിന് ഉമ്മയുടെ ഇഷ്ടത്തിന് ലൈവ് കാണുവാൻ ഫോൺ വാങ്ങിച്ചു. മക്കൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവാൻ ദുആ ചെയ്യണം. അള്ളാഹു ആ മക്കളുടെ സ്വഭാവം നന്നാക്കട്ടെ. അള്ളാഹു ആ മക്കളുടെ സ്വഭാവം നന്നാക്കട്ടെ. അള്ളാഹു ആ മക്കളുടെ സ്വഭാവം നന്നാക്കട്ടെ. അള്ളാഹു ആ മക്കളുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. റബ്ബേ, ഞങ്ങൾ അറിവിന്നിലാവിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഉമ്മയാണ് ആ ഉമ്മ. ആ ഉമ്മാക്ക് നീ ദീർഘായുസ് കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, റാഹത്ത് കൊടുക്കണേ. വയനാട്ടിൽ നിന്നൊരു ഉമ്മ സ്ഥലം വീടും കച്ചവടമാവാൻ വേണ്ടി ദുആ ചെയ്യണം. അറിവിന്ദിലാവിലേക്ക് സ്നേഹ വീട്ടിലേക്ക് വലിയ ഒരു സംഭാവന നീയത്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹു പെട്ടെന്ന് അത് റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഫാത്തിമ മലപ്പുറം മുക്കം ഹോസ്പിറ്റൽ ICUയിലാണ്. ദുആ ചെയ്യണം. അറിവിന്ദിലാവ് എപ്പോഴും കാണുന്ന കുടുംബമാണ്. അള്ളാഹു അവർക്ക് പരിപൂർണ ശിഫ നൽകട്ടെ. ഖൈറുന്നീസ തൃശ്ശൂർ ജില്ല. എനിക്ക് 8 മാസമായി. വിശേഷമുണ്ട് ഉസ്താദെ. ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് തലച്ചോറിൽ വലിയൊരു പ്രശ്നമുണ്ട്. അള്ളാഹുവേ, നീ ആ പ്രശ്നം മാറ്റിക്കൊടുക്കുക അല്ലാഹ്. നീ സലാമത്ത് നൽകണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. സഫ്വാന ഗർഭിണിയാണ്. അള്ളാഹ് സുഖപ്രസവം കൊടുക്കട്ടെ. തബ്ശീറ കല്യാണം, നല്ലൊരു കല്യാണം റെഡിയാക്കണേ അല്ലാഹ്. റിസ്വാന അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ വലിയുമ്മ, അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം സമാധാനം നൽകണേ റഹ്മാനെ. കമറുന്നീസ കരിങ്കപ്പാറ ഷാഫി, അള്ളാഹുവേ നീ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്ക റബ്ബേ. മക്കളില്ല, അന്ന് അവരിന്ന് ഇവിടെ വന്നിരുന്നു. അള്ളാഹുവേ, നീ അവര് വന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നീ അവരെ വരവ് കബൂലാക്കിയിട്ട് സ്വാലിഹായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഷക്കീർ ബർക്കത്തുണ്ടാവാനും ശമ്പളം കിട്ടാത്തത് കിട്ടാനും ദുആ ചെയ്യണം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കൊഴിച്ചനയിൽ നിന്ന് സുലൈഹ, മോന് ജോലി റാഹത്താവാനും മോന്റെ പേടി മാറാനും അള്ളാഹു ആ മോന് നല്ല ബർക്കത്തുള്ള ജോലി കൊടുക്കുക അല്ലാഹ്. ആദില മൂത്തേടത്തിൽ നിന്ന് ഗർഭിണിയാണ്. ഒരു പ്രയാസമില്ലാതെ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. റംലത്ത് കൈവേദന മാറ്റി കൊടുക്കണേ അല്ലാഹ്. മോൻ ഹാഫിളായിട്ടുണ്ട്, നല്ല ഇസ്സത്തിലാക്കണേ റഹ്മാനെ. കൂറ്റമ്പാറയിൽ നിന്ന് ഫൗസിയ മോൻ മുഹമ്മദ് സ്വാലിഹ്, എല്ലാ അസുഖങ്ങളും മാറ്റണേ റഹ്മാനെ. നല്ല മക്കളാക്കുക അല്ലാഹ്. അവർക്കൊരു വീട് നൽകണേ അല്ലാഹ്. ആയിഷ നാസർ ചെമ്മാണ് നിന്ന് മക്കൾ ഉണ്ടാവാൻ ദുആ ചെയ്യുന്ന ചമ്മാട്. അല്ലാഹുവേ, നീ അവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ. ഒരു പ്രയാസവും ഇല്ലാതെ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഷാനിബ ഉമ്മ, സൈനബ ഉമ്മ വേങ്ങരയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വേദനയുണ്ട്, മൂത്രക്കടച്ചിലാണ്, മാറണം. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സൈനബ ഉമ്മാന്റെ വേദന മാറ്റിക്കൊടുക്കണം അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. റസീന മോളെ കല്യാണം ശരിയായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹുവിനെ അത് റാഹത്തിലാക്കട്ടെ. മോൻ അള്ളാഹു നല്ലൊരു ആലിമാക്കി കൊടുക്കട്ടെ. വാക്കാലൂരിൽ നിന്ന്
രഹനത്ത് മോന് ജോലി റെഡിയാവണം, അള്ളാഹു പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ. കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ. ചെറുമുക്കിൽ നിന്ന് മൈമൂനത്ത് കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. മരിമോന്റെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ. സുബൈദ കുണ്ടൂരിൽ നിന്ന് അറിവിന്ദിലാവ് കേൾക്കാൻ മാത്രം ഒരു ഫോണ് വാങ്ങി അള്ളാഹു ആ പ്രിയപ്പെട്ട കുടുംബത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. മോള് ഖദീജ, അവർക്ക് നീ മക്കൾ നൽകണേ അല്ലാ. ഖദീജ ചെറുമുക്കിൽ നിന്ന് കാൽവേദന മാറ്റുക അല്ലാ, അസുഖങ്ങളെ മാറ്റണേ അല്ലാ, ഭർത്താവിൻ്റെ അസുഖങ്ങളെ മാറ്റുക അല്ലാ. മുഹമ്മദ് അൽമിഷുമോൻ പേരാമ്പ്രയിൽ നിന്ന് സംസാരം ക്ലിയർ ആക്കി നല്ല മക്കളാക്കണേ റഹ്മാനെ. നബീസ ഉമ്മ പേരാമ്പ്ര ശരീരവേദന മാറ്റുക അല്ലാ. സൈനബ വടക്കുമുറി തലവേദന മാറ്റണേ റഹ്മാനെ. എല്ലാ അസുഖം മാറ്റുക അല്ലാ. ഖദീജ വടക്കുമുറി എല്ലാ ഷർറും മാറ്റിയിട്ട് ആ കുടുംബത്തിൽ സന്തോഷം സമാധാനം നൽകണേ അല്ലാ. മമ്പാടിൽ നിന്ന് ആയിഷ ഉമ്മ യത്തീമക്കൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അവർക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അസുഖങ്ങളെല്ലാം മാറ്റണേ അല്ലാ. മരിച്ചവരെ ഖബറിൽ നീ സ്വർഗമാക്കണേ അല്ലാ. പേരക്കുട്ടിയെ നീ നടത്തണേ റഹ്മാനെ. പേരക്കുട്ടിൻ്റെ എല്ലാ വിഷമം നീ മാറ്റണേ അല്ലാ. പേരക്കുട്ടിക്ക് ജോലി റാഹത്താവാൻ ദുആ ചെയ്യണം, ശമ്പളം കൂട്ടിക്കിട്ടാൻ ദുആ ചെയ്യണം. അള്ളാഹുവെ നീ റെഡിയാക്കി കൊടുക്കുക അല്ലാ. സിറാജ് ജോലിയിൽ ബർക്കത്ത് നൽകുക അല്ലാ. ഒരു ലോറിയുണ്ട്, അത് വിറ്റ് പോവണം, നല്ല നിലക്ക് വിൽക്കാൻ തൗഫീക്ക് നൽകുക അല്ലാ. ഷാഫി കരങ്കപ്പാറയിൽ നിന്ന് മക്കളെ നീ നൽകണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. കൊടിഞ്ഞിയിൽ നിന്ന് അബ്ദുള്ള വീട്ടിൽ സമാധാനം നൽകുക അല്ലാ. ബർക്കത്ത് നൽകുക അല്ലാ. സർവ്വ ഷർറുകളും നീ ബാത്തിലാക്കുക അല്ലാ. അനിയന് വിസ റെഡിയാവണം റബ്ബേ, നീ റെഡിയാക്കുക അല്ലാ. കുഞ്ഞലവി കോട്ടക്കലിൽ നിന്ന് പുതിയ കട റാസൽ കൈമയിൽ അവരും കൂട്ടുകാരും തുടക്കം കുറിക്കുന്നുണ്ട് റബ്ബേ. നീ നല്ല കച്ചവടത്തിലാക്കുക അല്ലാ, നല്ല ബറക്കത്തിലാക്കുക അല്ലാ. നല്ല ലാഭകരമായ ബറക്കത്തുള്ള കച്ചവടം അവരെ കടയിൽ നീ നൽകണേ റഹ്മാനെ. അബ്ദുൽ മജീദ് ചെറുമുക്കിൽ നിന്ന് കയ്യിന്റെ തരിപ്പിനെ മാറ്റുക അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മുഹമ്മദ് ജസീം ദുബൈയിലാണ്, അള്ളാഹുവെ റാഹത്തുള്ളൊരു ജോലി നൽകണേ അല്ലാ. അബ്ദുൾ റസാഖ് എല്ലാ നിലക്കും നീ ബറക്കത്ത് നൽകുക അല്ലാ. മുസ്തഫ പറമ്പിൽ ബസാർ ഓപ്പറേഷൻ റാഹത്താക്കണേ റഹ്മാനെ. അസുഖങ്ങളെ മാറ്റണേ റഹ്മാനെ. ഐഷ ഉമ്മ വടക്കുമുറിയിൽ നിന്ന് ഷർറുകളൊക്കെ നീ ബാത്തിലാക്കുക അല്ലാ. അസുഖങ്ങളെ മാറ്റുക അല്ലാ. ഖദീജത്താത്ത വടക്കുമുറിയിൽ നിന്ന് സന്തോഷം സമാധാനം നൽകണേ അല്ലാ. വണ്ടൂരിൽ നിന്നൊരു ഉമ്മ, ആ ഉമ്മാക്ക് ആഫിയത്ത് നൽകുക റബ്ബേ, ദീർഘായുസ് കൊടുക്കുക റബ്ബേ. മേലാറ്റൂരിൽ നിന്ന് റഹ്മത്ത് മുറാദിനെ ഹാസിലാക്കുക അല്ലാ. സർവ്വ പ്രയാസങ്ങളും മാറ്റുക അല്ലാ. അഫ്സത്ത് കുട്ടി ആ മൂത്രമൊഴിക്കുന്ന അസുഖം നീ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ നല്ല മക്കളാക്കുക അല്ലാ. കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ. നഫീസ കോഴിക്കോട് മോൻ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം, വീടാവാൻ ദുആ ചെയ്യണം. അള്ളാഹുവെ നീ റെഡിയാക്കി കൊടുക്കുക അല്ലാ. നല്ലൊരു വീട് നൽകുക അല്ലാ. വയനാട്ടിൽ നിന്ന് എൻ്റെ മോൻ കുറച്ച് കടത്തിലാണ്, അത് കാരണം വാരെ പിണങ്ങിപ്പോയി, ഇപ്പൊ വേണ്ട എന്ന് പറയുന്നു. 7 മാസമായിട്ടുള്ള 2 ചെറിയ മക്കളുണ്ട് ഉസ്താദേ. അള്ളാഹുവേ അബ്ദുസ്സമദ് റബ്ബേ നീ അത് റെഡിയാക്കി കൊടുക്കണേ അല്ലാ, റെഡിയാക്കി കൊടുക്കണേ അല്ലാ. വയനാട്ടിൽ നിന്ന് വൈസിന്റെ പെങ്ങൾ കെട്ടിച്ച വീട്ടിലെ അവരുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം നൽകട്ടെ. സൗദത്ത് സ്കാനിങ്ങിൽ പ്രോബ്ലം ഇല്ല, അസുഖങ്ങളൊക്കെ മാറണം. അള്ളാഹുവേ നീ പരിപൂർണമായി ശിഫയാക്കുക അല്ലാ. ജുറൈന എല്ലാ പ്രയാസങ്ങളെല്ലാം വിഷമങ്ങളിന് മാറ്റിക്കൊടുക്കുക അല്ലാ. നഫീസ മേലാറ്റൂരിൽ നിന്ന് വേദന മാറ്റണേ അല്ലാ. അസുഖങ്ങളെ മാറ്റണേ അല്ലാ. റിസൾട്ട് വരാനുണ്ട്, റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. പെരിന്തൽമണ്ണയിൽ നിന്ന് ബഷീർ മോനെ മക്കളുണ്ടാവണം, പേരമക്കളെ പഠനം റാഹത്താവണം. അള്ളാഹുവേ നീ മക്കളെ കൊടുക്കുക അല്ലാ. പേരമക്കളെ പഠനം റാഹത്തിലാക്കണേ അല്ലാ. ഉമ്മു സലമ ഒറോമ്പരത്തിൽ നിന്ന് ഉമ്മു സലമ ഫൗസിയ ഗർഭിണിയാണ്, റാഹത്താക്കി കൊടുക്കുക അല്ലാ. പേരക്കുട്ടിക്ക് എക്സാം ഉണ്ട്, വിജയം നൽകുക അല്ലാ. ഗർഭിണിക്ക് സുഖപ്രസവം നൽകുക അല്ലാ. കുട്ടി ഹസൻ ബോധം വരാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവരുടെ ഭാര്യയ്ക്ക് ബോധം വന്നിട്ടുണ്ട്, റാഹത്തായിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണ്. ഇനി കുട്ടി ഹസൻ ഖാന്റെ രോഗം നീ മാറ്റുക അല്ലാ. ഷിഫ നൽകുക അല്ലാ. അവരെ നോക്കുന്ന കുടുംബത്തിന് നീ ബർക്കത്ത് നൽകുക അല്ലാ. സുബൈദ മോള് ഗർഭിണിയാണ്, അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ. പേരക്കുട്ടി അള്ളാഹു നല്ലൊരു ആലിമാക്കട്ടെ. നബീസ കോട്ടക്കലിൽ നിന്ന് മുറാദ് ഹാസിലാവണം. പ്രയാസങ്ങളൊക്കെ നീ മാറ്റണേ റഹ്മാനെ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഷൗക്കത്ത് പാലയങ്ങരയിൽ നിന്ന് വീട്ടിൽ സമാധാനം നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. അബ്ദുസലാം ജസീറ പടിക്കലിൽ നിന്ന് അല്ലാഹുവേ നീ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. സഫിന കക്കാടമ്മയിൽ നിന്ന് അവരെ കുടുംബത്തിന് സമാധാനം സന്തോഷം കൊടുക്കണേ. എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. ചമ്മാടിൽ നിന്ന് മുറാദ് ഹാസിലാമാനും
കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാനും റബ്ബേ നീ നല്ല റാഹത്ത് കൊടുക്കുക അല്ലാ. മറിയം ഇക്കാന്റെ മുറാദ് ഹാസിലാമാ ദുആ ചെയ്യണം, അല്ലാഹു ഹാസിലാക്കട്ടെ. റജീന തലവേദന നീ മാറ്റണേ അല്ലാ. നാസർ മുക്കത്തിന് ഇന്ന് ഉമ്മാക്ക് സുഖമില്ല, എല്ലാ സുഖവും മാറ്റണേ, ഷർറ് ബാത്തിലാക്കണേ, എല്ലാ പ്രയാസവും നീ ശിഫയാക്ക് റബ്ബേ. കോട്ടക്കുന്നിന് കോട്ടമ്മൽ അഖിലുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന് ബർക്കത്ത് നൽകണേ, ആ സഹോദരന്റെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കണേ, ആ സഹോദരന്റെ സർവ്വ പ്രയാസങ്ങളും ബാത്തിലാക്കണേ. എല്ലാ നിലക്കും ആ കുടുംബത്തിൽ നീ ഖൈറ് കൊടുക്കണേ, എല്ലാ നിലക്കും നീ റാഹത്ത് നൽകണേ. ഹാഫിള് ആദിൽ അല്ലാഹുവേ ബർക്കത്ത് നൽകണേ, നല്ല റാഹത്തുള്ള ജോലി നൽകണേ. ആദിൽ തരട്ടമ്മലിൽ നിന്ന് ജോലി നൽകണം അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. ശംസ് കോട്ടക്കലിൽ നിന്ന് റബ്ബേ അവർക്ക് ഇനിയും സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുക അല്ലാ. എടക്കരയിൽ നിന്ന് മക്കളെ ആഫിളാമാ ദുആ ചെയ്യണം റബ്ബേ. രണ്ട് മക്കള് അവരെ കോളേജിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് നല്ല മക്കളാക്കണേ അല്ലാ, നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഷമീർ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവം നൽക റബ്ബേ. ഷമീർ എന്ന സഹോദരൻ ഇവിടെ വന്നിരുന്നു കുറച്ചു മുമ്പ്, അവരും അവരെ ഭാര്യയും ഇപ്പൊ ഗർഭിണിയാണ്. ആ സന്തോഷം പറയാ ഷമീർ എന്ന് ഇവിടെ വന്നിരുന്നു. അല്ലാഹുവേ നീ അവൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ, ഷമീർ ഖാന്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ. റജീന അവർ തുടങ്ങി വെച്ച ക്ലിനിക്ക് നീ വിജയിപ്പിക്കുക അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മുഹമ്മദ് ചെറൂരിൽ നിന്ന് സ്ഥലം റാഹത്തായി വിറ്റിട്ടുണ്ട് അല്ലാഹുവേ, ഇനി റാഹത്തായിട്ടുണ്ട്, ഇനി വീടാവണം റബ്ബേ. നീ അവർക്ക് റാഹത്തുള്ള വീട് നൽകണേ, അവരെ ഭാര്യയുടെ അസുഖങ്ങളെ മാറ്റണേ, അവരെ മക്കളെ കുടുംബങ്ങൾ സന്തോഷ സമാധാനം നൽകണേ, എല്ലാ ഷർറുകളും നീ ബാത്തിലാക്കണേ. സൈദലവി മമ്പുറത്തിന് ഇന്ന് കുടുംബത്തിൽ സന്തോഷം നൽകണേ, മക്കളൊക്കെ റാഹത്തിലാക്കണേ. മോനെ അല്ലാ, മോന്റെ വർക്കിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാ. മോയിൻകുട്ടി സുഖമില്ല കൊടുവള്ളിയിൽ നിന്ന്, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. മുഹമ്മദ് ഹസീബ് ജോലി റാഹത്താവാ ദുആ ചെയ്യണം, ദുബൈയിലാണ്, അല്ലാഹു നല്ല ജോലി നൽകട്ടെ. ലൈല കാലുവേദനയാണ്, അല്ലാഹുവേ മടങ്ങുന്നില്ല റബ്ബേ നീ സുഖപ്പെടുത്തുക അല്ലാ. പേരമക്കളെ പഠനം റാഹത്തിലാക്കണേ, വാശിയും ദേശം കുറുമ്പൊക്കെ നീ മാറ്റിക്കൊടുക്കണേ. ഐഷ ഉബൈദ് പരപ്പനങ്ങാടിയിൽ നിന്ന് അല്ലാഹുവേ അവര് യതീമക്കൾക്ക് വേണ്ടി ഒരു സ്വർണ്ണാഭരണം തന്നിട്ടുണ്ട്. അല്ലാഹുവേ പരപ്പനങ്ങാടിയിൽ നിന്ന് അല്ലാ ആയിഷ ഉബൈദ് അല്ലാ നീ അവർക്ക് മക്കളെ നൽകണേ അല്ലാ. ജ്യേഷ്ഠത്തി ഖദീജ വേങ്ങര അല്ലാഹുവേ സംഭാവന സ്വീകരിക്കണേ അല്ലാ. ആയിഷ എന്ന സഹോദരിക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. സീന ചേളാരിയിൽ നിന്ന് നീ അവർക്ക് ബർക്കത്ത് നൽകണേ, പ്രയാസങ്ങളൊക്കെ മാറ്റണേ, കുടുംബത്തിൽ സമാധാനം നൽകണേ, മോന്റെ പഠനം സന്തോഷത്തിലാക്കണേ അല്ലാ. കുഞ്ഞീരുമ്മ വെള്ളിരയിൽ നിന്ന് മോന്റെ കല്യാണം സന്തോഷത്തോടെ നടത്തി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിൽ സന്തോഷം സമാധാനം നൽകുക അല്ലാ. അർഷി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു പൊന്നുമോൻ കാവന്നൂരിൽ നിന്ന് ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ അർഷി മോന്റെ അസുഖം മാറ്റണേ അല്ലാ, നീ ശിഫയാക്ക് അല്ലാ. അപകടം പറ്റി കിടക്കുന്ന ആക്കിഫ് എന്ന പൊന്നുമോന് ശിഫ കൊടുക്കണേ അല്ലാ. കുന്നമംഗലത്തിൽ നിന്ന് സാജിദ എല്ലാ അസുഖങ്ങളും ഷർറുകളും നീ ബാത്തിലാക്കി സമാധാനം കൊടുക്കുക അല്ലാ. കോയക്കുട്ടി ചേളാരിയിൽ നിന്ന് ഒരു ബ്ലോക്ക് ഉണ്ട്, അസുഖങ്ങളൊക്കെ നീ മാറ്റി ബ്ലോക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ. ഉബൈദ് പരപ്പനങ്ങാടി മക്കളെ നൽകണേ റഹ്മാനെ. ജഅഫർ കാവന്നൂരിൽ നിന്ന് ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ, റാഹത്ത് കൊടുക്കണേ. സയ്യിദ് മോൻ ജോലി കിട്ടാൻ ദ്വാരിക്കണം, നല്ല ജോലി കൊടുക്കുക അല്ലാ. മുഹമ്മദ് തലമിന്നലാണ് റബ്ബേ നീ സുഖപ്പെടുത്തണം അല്ലാ. ഭാര്യന്റെ ഉമ്മാന്റെ അസുഖങ്ങളൊക്കെ മാറ്റണേ അല്ലാ. പുലാമന്തോളിൽ നിന്ന് മുസ്തഫ വിദേശത്തേക്ക് പോവാണ്, ബർക്കത്ത് നൽകണേ, വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ, മക്കളെ പഠനം സന്തോഷത്തിലാക്കി കൊടുക്കണേ. അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബത്തിലെ ബാപ്പുട്ടി ഹാജി കോട്ടലങ്ങളിൽ നിന്ന് അവരുടെ ആണ്ടാണ് റബ്ബേ നീ ഖബർ സ്വർഗമാക്കുക അല്ലാ. പെരിന്തൽമണ്ണയിൽ നിന്ന് റംല ശിഹാബ് അല്ലാ മങ്കട അവർക്ക് സുഖമില്ല, നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിൽ ഒരു പ്രശ്നമില്ലാതെ നീ നോർമലാക്കണേ അല്ലാ. അവർ പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞിട്ട് പ്രത്യേകം ദുആർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ പ്രിയപ്പെട്ടവർക്ക് നീ ശിഫ കൊടുക്കണേ, ശിഫ കൊടുക്കണേ, ശിഫ കൊടുക്കണേ.
സെലീന മോന്റെ കല്യാണം ശരിയാവണം അല്ലാഹുവേ നല്ലൊരു കല്യാണം റെഡിയാക്ക റബ്ബേ മുഹമ്മദ് ഹനീഫ ജോലി നൽകണേ റഹ്മാനെ സയ്യിദ് അലവി ഫാത്തിമ സുഹറ മക്കളെ നൽകണേ അല്ലാ മക്കളെ നൽകണേ അല്ലാ മക്കളെ നൽകണേ അല്ലാ മക്കളെ നൽകണേ അല്ലാ യതീമക്കൾക്ക് വേണ്ടി സ്വർണ്ണാഭരണം തന്ന കുടുംബമാണ് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണം അല്ലാ ആ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അവരെ കൂടെ പോന്ന ചെമ്മാടുള്ള കുടുംബത്തിലും ബറക്കത്ത് നൽകണേ മമ്പാട് ഹാഷിർ അല്ലാഹുവേ റാഹത്തുള്ള ജോലി നൽകണം അല്ലാ മമ്പാടിന്ന് സുബൈ ഫിദാമോള് എല്ലാ അസുഖങ്ങളും മാറ്റി അല്ലാ ദിയാമോള് ഗർഭിണിയാണ് സുഖപ്രസവം നൽക റബ്ബേ മക്കളെ പഠനങ്ങളിലെല്ലാം റാഹത്ത് നൽകണേ ഇക്കാക്ക് ബറക്കത്ത് നൽകണേ കുടുംബത്തിൽ സന്തോഷം സമാധാനം നൽകണേ എല്ലാ സുഖങ്ങളും വേദനകളും മാറ്റണേ മറ്റു സഹോദരൻ ഉസ്മാസ് മാറണമല്ലാ നീ മാറ്റിക്കൊടുക്കുക അല്ലാ തൗഫീഖ് അലി വെളറ്റൂരിൽ നിന്ന് കുട്ടിയുടെ അസുഖം നീ മാറ്റണേ അല്ലാ എല്ലാ വിഷമം നീ മാറ്റുക അല്ലാ വടക്കാഞ്ചേരി മൊയ്തീൻ അവർക്ക് വീട് നൽക റബ്ബേ ജോലിയിൽ ബറക്കത്ത് നൽക റബ്ബേ അവരെ കുടുംബത്തിൽ സന്തോഷം കൊടുക്ക റബ്ബേ അവരും കുടുംബങ്ങളും യതീമക്കൾക്ക് വേണ്ടി നേർച്ചയാക്കി ഏൽപ്പിച്ചിട്ടുണ്ട് ബറക്കത്ത് നൽകുക അല്ലാ കല്ലായില്ലെന്ന് ഖാലിദ് കടങ്ങളൊക്കെ വീട്ടണേ റഹ്മാനെ ഓട്ടോയിൽ ബറക്കത്ത് നൽകണേ അല്ലാ മോളെ കല്യാണ റാഹത്താക്കണേ അല്ലാ അവർക്ക് റാഹത്തുള്ള ഒരു വീട് നൽക റബ്ബേ സജീറ ഇക്കാക്ക് വിസ അടിക്കാൻ ദുആ ചെയ്യണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവണം അല്ലാഹു എല്ലാം റാഹത്തിലാക്കട്ടെ മക്കളെ പഠനം റാഹത്തിലാക്കട്ടെ ഉമ്മാന്റെ ഉപ്പാക്ക് ക്യാൻസറാണ് റബ്ബ് ശിഫ കൊടുക്കട്ടെ ഖദീജ ഉമ്മ മോന് ജോലിയാവണം വിസ റെഡിയാവണം എല്ലാം നീ റെഡിയാക്കി കൊടുക്കുക അല്ലാ സുബൈദ പട്ടാവി ഷർറുകളൊക്കെ നീ ബാത്തിലാക്കുക അല്ലാ എല്ലാ പ്രയാസങ്ങളും മാറ്റുക അല്ലാ മോള് അസുഖമാണ് ഐസിയിലാണ് റബ്ബേ ആ മോള അസുഖങ്ങളെ നീ മാറ്റുക അല്ലാ സുബൈദ ഉമ്മ വലിയ വിഷമത്തിലാണ് അവര് അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്ക റബ്ബേ നീ റാഹത്ത് കൊടുക്ക റബ്ബേ നീ സമാധാനം കൊടുക്ക റബ്ബേ ആ പ്രിയപ്പെട്ട മോന് ജോലി നൽകണേ അല്ലാ കോയമ്പത്തൂരിൽ നിന്ന് സാധേ ദുആ ചെയ്യണ കുട്ടിക്ക് ശ്വാസം മുട്ടലാണ് കോയമ്പത്തൂരിൽ നിന്ന് ബ്ലഡിൽ അണുക്കൾ കൂടുതലാണ് കുട്ടിക്ക് ക്ഷീണമാണ് മുഹമ്മദ് ഹാഫിദ് അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കുക അല്ലാ വെള്ളാപ്പിൽ എൻ്റെ അയൽവാസിയായി ബ്ലഡ് ക്യാൻസറായി ചികിത്സയിലായ പ്രിയപ്പെട്ട കുബ്ര വെള്ളാപ്പ് അല്ലാ മരണപ്പെട്ടു പോയി റബ്ബേ നീ ഖബർ സ്വർഗമാക്കുക അല്ലാ ജഅഫർ ചേലാരി അവരുടെ ഉപ്പയുടെ ഉമ്മ മരണപ്പെട്ടു റബ്ബേ നീ ഖബർ സ്വർഗമാക്കുക അല്ലാ ജഅഫർ ചേലാരി ഭാര്യ പിതാവ് ബിച്ചാൻ എന്ന അബ്ദുറഹ്മാൻ എന്നവരെ ആക്സിഡന്റിൽ മരണപ്പെട്ടു ഖബർ സ്വർഗമാക്കുക അല്ലാ കുടുംബത്തിൽ ക്ഷമ കൊടുക്കുക അല്ലാ കുറച്ചു മുമ്പ് ചളിപ്പാടത്തുള്ള ഒരു താത്തയുടെ ഭർത്താവ് ഗൾഫിൽ എന്തോ ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ട് നാട്ടിലെത്താൻ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട് ഉസ്താദിനോട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ അല്ലാഹു റാഹത്തിലാക്കട്ടെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ സാബിർ ഉസ്താദ് അനിയത്തി പ്രസവമാണ് 10 ഡേയ്സേ ഉള്ളു കുട്ടി മറുചുറ്റി കിടക്കാണ് ഒരു വിഷമവുമില്ലാതെ റാഹത്താക്കി കൊടുക്ക റബ്ബേ എൻ്റെ ഈ കാമ എക്സ്പയർ ആയി പുതുക്കണം അല്ലാഹു റാഹത്തിലാക്കട്ടെ അസ്നത്തെ ഗർഭിണിയാണ് സ്കാനിങ്ങിൽ ഒരു പ്രോബ്ലം കൊടുക്കല്ലേ റഹ്മാനെ സുഖപ്രസവം കൊടുക്കണേ അല്ലാ മുഹമ്മദ് അലി ജോലി നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ റഫീഖ് കടങ്ങളെല്ലാം വീടണം ബറക്കത്തുണ്ടാവണം അല്ലാഹുവേ എല്ലാ മുറാദും ഹാസിലാവണം ചുങ്കത്രയിൽ നിന്ന് നീ അവരെ കരകയറ്റുക അല്ലാ അവരെ കടങ്ങളെ വീട്ടുക അല്ലാ ഷറഫുദ്ദീൻ ജിദ്ദയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് 3 വർഷമായി ഭാര്യ ഇപ്പൊ ഗർഭിണിയാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിക്കുന്നുണ്ട് ഇതിന്റെ മുമ്പ് 2 പ്രാവശ്യം അബോഷനായതാണ് ഇതൊരു കുഴപ്പമില്ലാതിരിക്കാതുമായിരിക്കണം റബ്ബേ ഒരു പ്രശ്നവുമില്ലാതെ പെട്ടെന്ന് തന്നെ നീ അവർക്ക് നീ മക്കളെ കൊടുക്കുക അല്ലാ ഫിറോസ് റബ്ബേ നീ അവർക്ക് ബറക്കത്ത് നൽകുക അല്ലാ അവരെ കുടുംബത്തിലും കച്ചവടത്തിലും ഏർപ്പാടിലും ബറക്കത്ത് നൽകുക അല്ലാ അലിക്കയടക്കമുള്ള ഞങ്ങളെ കൂട്ടുകാർ റബ്ബേ നീ അവർക്കെല്ലാം ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകുക റബ്ബേ നൽകണേ അല്ലാ
ഉസ്താദേ ദുആ ചെയ്യണം. അല്ലാഹുവേ 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 നീ റാഹത്തിലാക്കണേ അല്ലാ. മക്കളുണ്ടാവാ ദുആ ചെയ്യണം. സിദ്ദിയാക്ക ചങ്ങാനി അല്ലാഹുവേ അവർക്ക് ഖൈറായ സമയത്ത് സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകുക അല്ലാ. നിശാന കണ്ണൂർ 9 മാസ ഗർഭിണിയാൻ സുഖപ്രസവം നൽകുക റബ്ബേ. എല്ലാ വിഷമങ്ങളും മാറ്റുക അല്ലാ. മരുമോളെ ഉമ്മാന്റെ കൈ വേദന മാറാ ദുആ ചെയ്യണം. എനിക്കും വീട്ടിലുള്ളവർക്കും ദുആ ഇറക്കണം. മശറഫ്ക അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. ഐക്കരപ്പടിയിൽ നിന്ന് ഫാത്തിമ കുട്ടി ഐക്കരപ്പടി അല്ലാഹുവേ അവരെ ഖബറിനെ നീ സ്വർഗമാക്കുക അല്ലാ. മുസ്തഫ ഖാന്റെ ഉമ്മയുടെ ആണ്ടാണ് നാളെ റബ്ബേ നീ ഖബർ സ്വർഗമാക്കുക അല്ലാ. വിശാലമാക്കുക അല്ലാ. അറബിന്നിലാമ കേൾക്കുന്ന കുടുംബമാണ് റബ്ബേ. എല്ലാ നിലക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. സന്തോഷ സമാധാനം ഉണ്ടാവാ ദുആ ചെയ്യണം. സജീവേങ്കരയിൽ നിന്ന് അല്ലാഹു റാഹത്തിലാക്കട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഡൽഹിയിൽ നിന്ന് എൻ്റെ സ്പൈനൽ കോഡിന് 4 സർജറി കഴിഞ്ഞു. ഇപ്പൊ ഡോക്ടർ പറയുന്നു 1 സർജറി കൂടി വേണമെന്ന്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. സൈനബ എന്നാണ് പേര്. അല്ലാഹുവേ നീ ശിഫ നൽകുക അല്ലാ. നീ ശിഫ നൽകുക അല്ലാ. നീ ശിഫ നൽകുക അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഉസ്താദേ മഠത്തിൽ അലവി ഹാജി എന്നവർ മരണപ്പെട്ടു. സുന്നത്ത് ജമാഅത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമാണ് റബ്ബേ. അവരെ ഖബറിനെ സ്വർഗമാക്കുക അല്ലാ. വിശാലമാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. ഭർത്താവിന് നല്ല ജോലി റെഡിയാവാ ദുആ ചെയ്യണം റബ്ബേ. നല്ല ജോലി റെഡിയാക്കണേ അല്ലാ. എൻ്റെ മകൾ ഖത്തറിലാണ്. മകൻ ഖത്തറിലാണ്. ലൈസൻസ് ശരിയായി കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റെഡിയാക്കട്ടെ. ശമ്പളം കൂടാനും മകൻ്റെ കല്യാണം റെഡിയാവാനും ഭർത്താവിന് നല്ല സ്വഭാവം ഉണ്ടാവാനും ദുആ ചെയ്യണം. വീട്ടിലെന്നും കണ്ണീരാണ്, വിഷമങ്ങളാണ് റബ്ബേ. നീ സലാമത്ത് നൽകുക അല്ലാ. കോഴിക്കോട് കക്കോടില്ലല്ലേ തോട്ടക്കാടുള്ളൊരു സഹോദരൻ മരണപ്പെട്ട മാതാപിതാക്കളെ ഖബറിനെ സ്വർഗമാക്കുക അല്ലാ. 2 ജ്യേഷ്ഠന്മാർക്കും മറ്റു കുടുംബങ്ങൾക്കും വേണ്ടി പരലോക വിജയത്തിന് ദ്വാരിക്കണം. അല്ലാഹു അല ഖബർ സ്വർഗാകട്ടെ. ഭർത്താവ് 15 ദിവസത്തിൽ ലീവിന് നാട്ടിൽ വന്നതാണ്. പിന്നെ ഒന്നുമായിട്ടില്ല. എനിക്കൊരു വല്ലാത്ത വിഷമത്തിലാണ് റബ്ബേ. ആ കുടുംബം ഒരുപാട് വിഷമങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അല്ലാഹുവേ ആ കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റ് അല്ലാ. വലിയ കാക്കാന്റെ മകളുടെ കല്യാണം അവൾക്ക് അത് റാഹത്താവണം. ചെറിയ മോന് ജോലിയുണ്ടാവണം. മകൻ വീടിന്റെ സ്ഥലത്തിന്റെ കാശ് കൊടുക്കാൻ സ്ഥലം രജിസ്റ്ററായിട്ടുണ്ട്. പക്ഷേ വീടിന്റെ അല്ലാ പണി റാഹത്താവാൻ ഉസ്താദ് ദുആ ചെയ്യണം. മക്കളില്ലാത്ത മകന്റെ കാര്യത്തിൽ ഉസ്താദ് ദുആ ചെയ്യണം. മൂത്ത മകന്റെ പ്ലസ് ടുവിനാണ് പഠിക്കുന്നു. അവൻ നല്ല റാഹത്തിൽ അവൻ സന്തോഷമുള്ള മോനാവണം. നല്ല പഠനമുള്ള മോനാവണം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ടവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്ക് അല്ലാ. റാഹത്തിലാക്ക് അല്ലാ. സന്തോഷത്തിലാക്ക് അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി വസല്ലിം അലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്.